നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഫാക്ടറായി ജി സുധാകരൻ. UDF-ൽ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടാണ് ചർച്ച. ഇതോടെ ആലപ്പുഴ സീറ്റ് കണ്ണുവെക്കുന്നു കൂടുതൽ പേർ. 5-ാം ദിവസവും മനസ്സ് തുറക്കുന്നില്ല ജി സുധാകരൻ. ജി സുധാകരൻ എത്തുമെന്ന അഭ്യൂഹത്തോടെ UDF ക്യാമ്പിൽ അങ്കലാപ്പാണ്. സ്ഥാനാർത്ഥിക്കുപ്പായം തയ്ച്ചവർ നിരാശയിലുമാണ്. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPIM നീക്കവും ശക്തം. ആലപ്പുഴ മണ്ഡലത്തിൽ ചുവരെഴുത്ത് പ്രചാരണം തുടങ്ങി CPIM നേതാവ് PP ചിത്തരഞ്ജൻ. മനീഷ് മഹിവാൽ ചേരുന്നു. മനീഷ്, ആലപ്പുഴയെ സംബന്ധിച്ച് ഈ സമീപ ദിവസങ്ങളിൽ ചർച്ച CPIM-ന്റെ സമുന്നതനായ നേതാവ് ജി സുധാകരനിലേക്കാണ്. ദിവസങ്ങൾ പോകുമ്പോഴും നേതാവ് മൗനത്തിലാണ്. UDF അതാ സീറ്റ് ഒഴിച്ചിട്ട് കാത്തിരിക്കുന്നു. പലരും പിണങ്ങുന്നു. ജില്ലയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലെയും സാഹചര്യവും നമുക്ക് പറയാം. മനീഷ്. റോഷ്ടി, ജില്ലയിൽ മുഴുവൻ എല്ലാ മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടമുണ്ടാകും. പക്ഷെ അതിലെല്ലാം ഉപരി ജി സുധാകരൻ എന്നത് വലിയ ഫാക്ടറായി മാറുകയാണ്. അതായത് മറ്റു മണ്ഡലങ്ങളടക്കം ഇടത് വലത് BJP സ്ഥാനാർത്ഥികളിലടക്കം വലിയ മാറ്റമുണ്ടാകാൻ ജി സുധാകരൻ സ്ഥാനാർത്ഥിയായാൽ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. UDF-ൽ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടാണ് നിലവിൽ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ UDF-ലേക്ക് അമ്പലപ്പുഴ സീറ്റ് കണ്ടുനട്ടിരുന്ന പല നേതാക്കളും ഇപ്പോൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജി സുധാകരൻ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയാൽ അത് കോൺഗ്രസിലടക്കം UDF-ലടക്കം മറ്റ് ജാതി സമവാക്യങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ, അതായത് നിലവിൽ സീറ്റ് ഉറപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അവരുടെ സീറ്റിൽ മാറ്റമുണ്ടാകുമെന്നതാണ് ജി സുധാകരൻ UDF സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ എത്തിയാലുള്ള മാറ്റം. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിലെ സീറ്റിനെ അനുസരിച്ചിരിക്കും മറ്റ് സ്ഥലങ്ങളിലെ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി നിർണയം, അതിന്റെ സ്ഥിരീകരണം എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ജില്ലയിൽ 9 മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, കായംകുളത്ത് U പ്രതിഭ, അങ്ങനെ 2 സ്ഥലങ്ങൾ, അതായത് 9 ഇടങ്ങളിൽ 6 സ്ഥലങ്ങളിലാണ് CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 6 ഇടങ്ങളിലും CPM സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. 2 ഇടങ്ങളിൽ CPIയും, കുട്ടനാട്ടിൽ ഘടകകക്ഷി NCP-യാണ് മത്സരിക്കുന്നത്. NCP-യുടെ സീറ്റ് LDF അതായത് CPM ഏറ്റെടുക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷേ അത് വേണ്ട, NCP തന്നെ മത്സരിക്കട്ടെ എന്ന പിന്നീട് LDF യോഗത്തിൽ തന്നെ അന്തിമ തീരുമാനമുണ്ടായി. NCP-യിൽ മത്സരിക്കുന്നത് നിലവിൽ മുൻ മന്ത്രിയുടെ സഹോദരൻ, പിന്നീട് കുട്ടനാട്ടിൽ ജയിച്ച തോമസ് തന്നെയാണ്. അങ്ങനെ കുട്ടനാട് സീറ്റ് ഇടതുപക്ഷം ഏറ്റെടുക്കുന്നില്ല എന്ന ഘട്ടത്തിൽ പക്ഷേ UDF-ൽ ഇപ്പോഴും അത് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റാണെങ്കിൽ കൂടി അത് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള വലിയ നീക്കം നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും കുട്ടനാട്ടിൽ തന്നെയുള്ള പല ആളുകൾ ഇതിനോടകം തന്നെ അവകാശവാദം ഉന്നയിച്ച് കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസ് പക്ഷേ അവരുടെ 3 സീറ്റുകൾ ആവശ്യപ്പെടുന്നതിൽ കുട്ടനാട് സീറ്റ് ഒരിക്കലും കൊടുത്തു വിടുകയില്ല, തന്നു വിടുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഘടകകക്ഷി മത്സരിക്കുന്ന കുട്ടനാട് സീറ്റിലെ സ്ഥിതിവിശേഷം അങ്ങനെയാണ്. ഇനിയിപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തിയാൽ നേരത്തെ പറഞ്ഞത് അമ്പലപ്പുഴയിൽ UDF-ൽ കാത്തിരുന്ന പല നേതാക്കളും നിലയിൽ ആലപ്പുഴയിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ ആലപ്പുഴയിലെ ലത്തീൻ സീറ്റിലേക്കാണ് കൂടുതൽ, അതായത് ഷാനിമോൾ ഉസ്മാൻ, ഷുക്കൂർ, MJ ജോബ് അടക്കമുള്ള ആളുകളുണ്ട്. ലത്തീൻ സഭയിലെ റീഗോ രാജു, നേരത്തെ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു റീഗോ രാജുവാണ് പ്രഥമ പരിഗണനയുള്ളത്. KS-ന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ അടക്കമുള്ള ആളുകളെ മറ്റു മണ്ഡലങ്ങളിലേക്കും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ ഇടത് സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ ജില്ലയിൽ ഒരു ഉറപ്പ്, അതായത് ആ സ്ഥാനാർത്ഥി നിർണയമായിട്ടുള്ളത്. UDF-നെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ജി സുധാകരന്റെ വരവോടുകൂടി തന്നെ മാറിയേക്കാം. പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കാര്യം അത് പരിഗണന ഉണ്ടാവില്ല, ആ രീതിയിൽ തരം താഴുകയില്ലെന്നാണ് CPM ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജി സുധാകരനെ പാളയത്തിലേക്ക് തന്നെ എത്തിക്കാൻ, പാർട്ടി മെമ്പർഷിപ്പിലേക്ക് തന്നെ തിരികെ എത്തിക്കാനുള്ള അതീവ ശ്രമത്തിലാണ് CPIM. ആലപ്പുഴയിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇനിയും നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക്, അവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് വീണ്ടും വരും ദിവസങ്ങളിലൊക്കെ ചൂടേറിയ വാർത്തകൾ ആലപ്പുഴയിൽ നിന്ന് സംഭവിക്കുമെന്നുറപ്പാണ്.